നമസ്കാരം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീടുകളിൽ നിറയ്ക്കുന്ന ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്ന അതിവിശേഷപ്പെട്ട ദിവസങ്ങളായ ഓണനാളുകളിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 പുഷ്പങ്ങളാകുന്നു. തുമ്പയും മുക്കുറ്റിയുമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഒരു പൂവ് തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പൂവ് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. തുമ്പയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ അവസരം കൂടിയാണ് ഇത്. കൂടാതെ ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കുന്നതിനാൽ വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സ്വന്തമായി വീട് നിങ്ങൾക്ക് ഈ സമയം വാങ്ങുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മിതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സ്വന്തമായി വീട് പണിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികമായ നേട്ടങ്ങൾ അല്പം പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. സാമ്പത്തികമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പലപ്പോഴും പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറക്കാനാവാത്തതായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ, അത്തരം സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ അമ്മയുമായി കലഹങ്ങൾ, പിതാവുമായി കലഹങ്ങൾ, സഹോദരങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട കലഹങ്ങളുണ്ട് എങ്കിൽ അത്തരം കലഹങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയോ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. പല പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ പ്രതിസന്ധികളിൽ എല്ലാം തന്നെ അപ്രതീക്ഷിതമായ സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതിസന്ധിയിൽ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അപ്രതീക്ഷിതമായ സഹായങ്ങളാൽ പല കാര്യങ്ങളും നിവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അശ്രദ്ധ, മനക്ലേശങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ നിങ്ങൾക്കത് സാധിക്കും എന്ന വ്യക്തമായ ബോധ്യത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷങ്ങൾ വന്നു ചേരുവാൻ പല തിരിച്ചടികൾക്കും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടോ ഭർത്താവുമായി ബന്ധപ്പെട്ടോ
പ്രശ്നങ്ങളുണ്ട്, മക്കളുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഭാര്യ ഭർത്തൃ കലഹങ്ങൾ, വേർപിരിയൽ തുടങ്ങിയ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സംസാരം തന്നെയാകുന്നു. സംസാരിച്ച് പല കാര്യങ്ങൾ വഷളാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കുകയും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നിരുന്നാൽ പോലും അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ സമ്മാനം, പുരസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാനും ഉല്ലാസയാത്രകൾ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. രണ്ടാമത്തെ പുഷ്പമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ബിസിനസ് പരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, ധനപരമായ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതായ അമിതമായ ചില ചിന്തകൾ, തെറ്റായ ചില ധാരണകൾ മാറ്റുവാനുള്ള സാധ്യതകൾ, മനസ്സിൽ നിന്നും ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും മനക്ലേശങ്ങൾ ഉണ്ട് എങ്കിൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായി മാറും. നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. വളരെ ആഗ്രഹിച്ച ഇത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തികം ഈ സമയം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. രാഷ്ട്രീയപരമായി അല്പം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായി ഈ സമയം ലോട്ടറിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. കേസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജോലി ലഭിക്കുകയോ ജോലി മാറുകയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ടും ധനപരമായ ചില നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ, സമ്മാനം, പുരസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആത്മധൈര്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും ആത്മധൈര്യത്തോടെ നേരിടുവാനും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിൽ വളർന്നു വരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഭരണം, വസ്ത്രം
തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം കടന്നു വരാം. കൂടാതെ ഈ സമയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ഈ സമയം പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ ചില നിമിഷങ്ങൾ, കൂടാതെ ഓർത്തിരിക്കാവുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാം. കൂടാതെ ഈ സമയം തൊഴിൽപരമായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക. നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ, അത് സമ്പത്താണ് എങ്കിലും തിരികെ നേടുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുക, ആഗ്രഹങ്ങൾ നടക്കുക, ഭാഗ്യക്കുറി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. കുടുംബസ്വത്ത് ലഭിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.